സോ നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ക്രൂപ്പ് എന്ന ഡിസീസിനെ പറ്റിയാണ്. ക്രൂപ്പ് എന്ന് പറയുന്ന ഒരു അക്യൂട്ട് വൈറൽ ഇൻഫെക്ഷൻ ഓഫ് അപ്പർ എയർവേ ദാറ്റ് കോസസ് ഇൻഫ്ലമേഷൻ ആൻഡ് നാരോയിങ് ലെഡിങ് ടു ബാർക്കിംഗ് കഫ്, ഹൊയേഴ്സ്നെസ് ആൻഡ് ഇൻസ്പിറേറ്ററി സ്ട്രൈഡർ. ക്രൂപ്പിൻ്റെ മറ്റൊരു പേരാണ് ഈ ബാർക്കിംഗ് കഫ് എന്ന് പറയുന്നത്. ഇതെന്ന് പറയുന്ന ഒരു അക്യൂട്ട് വൈറൽ ഇൻഫെക്ഷനാണ്. അപ്പർ എയർവേയിലുണ്ടാകുന്ന ഒരു അക്യൂട്ട് വൈറൽ ഇൻഫെക്ഷനാണ്. അത് ഇൻഫ്ലമേഷനും നാരോയിങ്ങും ഉണ്ടാക്കുന്നു. അതുവഴി ബാർക്കിംഗ് കഫ്, ഹൊയേഴ്സ്നെസ് ആൻഡ് ഇൻസ്പിറേറ്ററി സ്ട്രൈഡർ ഉണ്ടാകുന്നു. ഇത് പ്രധാനമായിട്ടും 6 മാസം തൊട്ട് 3 വയസ്സ് വരെയുള്ള കുട്ടികളിലാണ് കാണുന്നത്. ഇതിൻ്റെ പ്രധാന എത്തിയോളജി എന്ന് പറയുന്നത് വൈറസാണ്. പാരാ ഇൻഫ്ലുവൻസ വൈറസ് ടൈപ്പ് 1 ആണ് ക്രൂപ്പ് പരത്തുന്നത്. പാരാ ഇൻഫ്ലുവൻസ വൈറസ് ടൈപ്പ് 1. ഇത് കൂടാതുള്ള വൈറസുകൾ എന്ന് പറയുന്നത് ഇൻഫ്ലുവൻസ വൈറസ്, അഡിനോ വൈറസ്, മീസ്ലസിൻ്റെ വൈറസൊക്കെ ഇത് പരത്തുന്നു. ഇതിൻ്റെ പ്രധാനമായിട്ട് 3 ടൈപ്പാണുള്ളത്. ലാരിഞ്ചോ ട്രക്കിയോ ബ്രോങ്കൈറ്റിസ്. ഇത് അപ്പർ എയർവേനെയാണല്ലോ അഫക്റ്റ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവിടങ്ങളിലാണ് ഇത് അഫക്റ്റ് ചെയ്യുന്നത്. ലാരിഞ്ചോ ട്രക്കിയോ ബ്രോങ്കൈറ്റിസ് എന്ന് പറയുന്നത് കൂടുതലും വൈറൽ ആൻഡ് കോമൺ ആണ്. അടുത്താണ് സ്പാസ്മോഡിക് ക്രൂപ്പ്. അതെന്ന് പറയുന്നത് ഒരു സഡൻ ഓൺസെറ്റ് ആയിരിക്കും, നൈറ്റിലായിരിക്കും ഇത് കൂടുതലായിട്ട് കാണുക. അടുത്താണ് ബാക്ടീരിയൽ ട്രക്കൈറ്റിസ്. ഇതെന്ന് പറയുന്നത് സിവിയർ കണ്ടീഷൻ ആയിരിക്കും. ഒരു സെക്കൻഡറി ബാക്ടീരിയൽ ഇൻഫെക്ഷനൊക്കെ കാരണമായിരിക്കും. ഇതിൻ്റെ ക്ലിനിക്കൽ ഫീച്ചേഴ്സ് എന്ന് പറയുന്നത് ബാർക്കിംഗ് കഫ്, ഒരു സീലേക്ക് ബാർക്കിംഗ് കഫായിരിക്കും. അത് ഹൊയേഴ്സ്നെസ് ഓഫ് വോയിസ് കാണും. സ്ട്രൈഡർ ഓൺ ഇൻസ്പിറേഷൻ്റെ ടൈമിൽ സ്ട്രൈഡർ കാണാം. അതുപോലെ ഫീവർ. ഇതിൻ്റെ ഡയഗ്നോസിസ് ഇതെങ്ങനെ നമുക്ക് കണ്ടുപിടിക്കാം? എല്ലാത്തിലും നമുക്ക് ഡയഗ്നോസിസ് ഹിസ്റ്ററി ആൻഡ് ഫിസിക്കൽ എക്സാമിനേഷൻ ഉണ്ട്. പിന്നെ നമുക്ക് നെക്കിൻ്റെ എക്സ്റേ എടുക്കുമ്പം സ്റ്റീപ്പിൾ സൈൻ കാണാം. നെക്ക് എക്സ്റേയിൽ ക്രൂപ്പിൽ സ്റ്റീപ്പിൾ സൈൻ കാണും. അതെന്ന് പറയുന്നത് നമ്മുടെ സബ്ക്ലോട്ടിസ് ഏരിയ നാരോയിഡായിട്ട് കാണുന്നതിന് പറയുന്നതാണ് സ്റ്റീപ്പിൾ സൈൻ എന്ന്. അതുപോലെ പൾസ് ഓക്സിമെട്രി ചെയ്യാം, SpO2 ഒക്കെ അറിയാൻ. പിന്നെ ട്രീറ്റ്മെൻറ്റ് എന്ന് പറയുമ്പോഴത്തേക്കും മൈൽഡ് കേസസ് ആണെങ്കിൽ നമ്മൾ സ്റ്റീം ഇൻഹലേഷൻ, ആവി പിടിക്കും. അതുപോലെ അഡിക്വേറ്റ് ഹൈഡ്രേഷൻ നോക്കണം. അതുപോലെ ആൻറ്റിപൈററ്റിക്സ്, പാരസിറ്റമോളൊക്കെ കൊടുക്കാം. മോഡറേറ്റ് ടു സിവിയർ കേസാണ് നെബുലൈസ്ഡ് എപ്പിനെഫ്രിൻ നെബുലൈസ് ചെയ്യുക. അതുപോലെ കോർട്ടിക്കോസ്റ്റെറോയിഡ്സ് ആയിട്ടുള്ള പ്രെഡ്നിസോലോൺ കൊടുക്കാം. ഓക്സിജൻ തെറാപ്പിയൊക്കെ കൊടുക്കാം. പിന്നെ കോംപ്ലിക്കേഷൻ എന്ന് പറയുന്നത് റെസ്പിറേറ്ററി ഒബ്സ്ട്രക്ഷൻ ഉണ്ടാകാം, ഹൈപ്പോക്സി ഉണ്ടാകാം, റെസ്പിറേറ്ററി ഫെയിലിയർ ഉണ്ടാകാം. ഇനി പ്രിവെൻഷൻ എന്ന് പറയുന്നത് അവോയ്ഡ് എക്സ്പോഷർ ടു റെസ്പിറേറ്ററി ഇൻഫെക്ഷൻ. എന്തെങ്കിലും റെസ്പിറേറ്ററി ഇൻഫെക്ഷനായിട്ട് എക്സ്പോഷർ വരാതെ നോക്കുക. കൃത്യമായിട്ട് ഹാൻഡ് ഹൈജീൻ മെയിൻറ്റെയിൻ ചെയ്യുക. ഇമ്മ്യൂണൈസേഷൻ എഗെയിൻസ്റ്റ് ഇൻഫ്ലുവൻസ ആൻഡ് മീസ്ലസ്. ഇൻഫ്ലുവൻസയ്ക്കും മീസ്ലസിനും എതിരായിട്ടുള്ള ഇമ്മ്യൂണൈസേഷൻ എടുക്കണം.